കാലിഫിൻ്റെ ഈ വർഷത്തെ കലോത്സവത്തിലെ തീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണ് എന്നുള്ള പ്രമേയത്തിലാണ് നമ്മൾ കലോത്സവം കൊണ്ടാടുന്നത്. എല്ലാ വർഷവും നമ്മളൊരു തീം സെലക്ട് ചെയ്യാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലം പാട്ടും പ്രസംഗവും വരയുമായി ആഘോഷിച്ചു പോകുന്നതിന് കൂടെ ഈ സമൂഹത്തിൽ നമ്മൾക്ക് കൃത്യമായി ഇടപെടേണ്ടതുണ്ട്, നമ്മൾക്ക് കൃത്യമായ പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്, നിലപാടുകളുള്ള മനുഷ്യരായി നമ്മൾ മാറേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറ അതിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ മുകളിലാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന 4 വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അവർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചടങ്ങിനെ മാറ്റുന്നത്. എന്നാലും നമ്മളുടെ തീം അതിഥികൾക്ക് വേണ്ടി ചെറിയ വാക്കിൽ അവതരിപ്പിക്കുകയാണ്. നമ്മൾ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും മനുഷ്യരുമായി ബന്ധമില്ലാത്ത മൃഗങ്ങളെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ക്രൂരമായ കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ, അരുംകൊലകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത് മൃഗീയം എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഒരു മൃഗം പോലും മറ്റൊരു മൃഗത്തെ, മീൻസ് സ്വന്തം ജനുസിൽപ്പെട്ട ഒരു മൃഗത്തെ കൊല്ലുന്നത് സ്വാഭാവികമായൊരു സംഗതിയല്ല, ഉപദ്രവിക്കുന്നത് സ്വാഭാവികമായൊരു സംഗതിയല്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കൊടും ചെയ്തികൾക്ക് മുഴുവൻ സാധാരണ പറയാറുള്ളത് മൃഗീയം എന്നാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കണ്ണില്ലാത്ത ക്രൂരത എന്ന് പറയുന്ന വാക്ക്. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ണുള്ള ഒരു മനുഷ്യന് ആ ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാണുന്ന ഒരാൾക്ക് കാണുക എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾക്കൊരിക്കലും അത്തരത്തിലുള്ള ഒരു കൊടും ചെയ്തികളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് കണ്ണ്, നമ്മൾക്ക് എല്ലാവർക്കും കണ്ണുണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്ക് ഒരു ആണ്ട് പൂർത്തിയാക്കുമ്പോൾ, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിരുന്നത് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനായിരുന്നു. ആക്ച്വലി അതിൽ നിന്നാണ് നമ്മുടെ ഈ തീം വരുന്നത്. നമ്മളെല്ലാവരും കണ്ണുകൾ നട്ടിരുന്നു, റഫയിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു. അതിനുശേഷം നമ്മൾ കൊൽക്കത്തയിലും ഇതുപോലത്തെ ഒരു പീഡന കേസിൻ്റെ ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവിടെയും നമ്മൾ സ്റ്റേറ്റസുകളിൽ നമ്മൾ പറഞ്ഞു ഓൾ ഐസ് ഓൺ കൊൽക്കത്ത എന്ന്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് ഇഷ്യൂസിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയും നമ്മൾ കണ്ണു നട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും മനുഷ്യന് ഒരേ സമയം തന്നെ അനുഗ്രഹവും ശാപവുമായൊരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് മറവി എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വ്യക്തികളായിരിക്കും, ചിലപ്പോൾ ചില അവസരങ്ങളായിരിക്കും. ആ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മളന്ന് വേദനിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, എൻ്റെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാലം ആ മുറിവുകളെ, ആ വേദനകളെയൊക്കെ സുഖപ്പെടുത്തും എന്ന് പറയുന്നതിനേക്കാൾ മറവി അതിനെയൊക്കെ മെല്ലെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. അവിടെയാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ മുന്നോട്ട് പോലും പോകാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട പല ആളുകളുടെയും വിയോഗങ്ങൾ അത് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ജീവിക്കാൻ പോലും കഴിയില്ല. ഇതുപോലെ ശാപമാകുന്ന ചില മൊമെൻറ്റുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നഷ്ടങ്ങളും നമ്മൾക്ക് ഓരോ പാഠങ്ങളാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അധ്യാപകനാണ് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ആ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ചേർത്ത് വെക്കേണ്ട ചില പാഠങ്ങൾ കൂടി നമ്മൾക്കുണ്ടായിരുന്നു. ചില നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. കുറച്ചുകൂടി നല്ല മനുഷ്യനായി ജീവിക്കണം, കുറച്ചുകൂടിയൊക്കെ ജീവിതം നന്നാക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ ജാതിയും മതവും വർണ്ണവും ഒക്കെ നമ്മൾ മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. മുണ്ടക്കയും ചൂരൽമലയിലും ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറവി എന്നൊരു ശാപം നമ്മൾക്ക് വന്നു.
വീണ്ടും നമ്മൾ പരസ്പരം ചളി വാരി എറിയാൻ തുടങ്ങി. മുണ്ടക്കയും ചൂരൽമലയും നമ്മൾ മറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കണ്ട വാർത്ത, നിസ്സഹായനായ ഒരു പിതാവ് ക്യാമറകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറയാണ്, എൻ്റെ മക്കൾ ഇപ്പോഴും ഇതിൻ്റെ അടിയിലാണ്. ഇവിടെയാണ് ഇന്ന് അവിടെ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള രീതിയിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ പോയിട്ട് മുണ്ടക്കയും ചൂരൽമലയും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് ഒരു പിതാവിന് ഹൃദയവേദന കൊണ്ട് അദ്ദേഹം പറയാണ്, എൻ്റെ മക്കൾ ഇതിൻ്റെ താഴെയുണ്ട്, ഇവിടെയാണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ആനന്ദ നൃത്തമാടുന്നത്, മറ്റുള്ള മനുഷ്യരെ കാണിക്കുന്നത്. മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും യഥാർത്ഥ സ്റ്റോറി നമ്മൾ മറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. നമ്മൾക്ക് കണ്ണുകളുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ആ കാണലിനപ്പുറം അത് ഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാറില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കാണുമായിരുന്നു. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. അവിടെയാണ് കാലിഫിൻ്റെ ഈ ഒരു തീം പ്രസക്തമാകുന്നത്. കണ്ണുണ്ടായതുകൊണ്ട് എല്ലാമായി എന്നുള്ള ധാരണ അപ്രസക്തമാണ്.